ഹായ് ഓൾ, ഡേറ്റ സ്ട്രക്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് സ്റ്റാക്ക്. പിന്നെ സ്റ്റാക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അറേ വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു സ്റ്റാക്ക് എന്താണ്, ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ്. അതായത് സ്റ്റാക്കിനകത്ത് എലമെന്റ് സ്റ്റോർ ചെയ്യുന്ന നോൺ ഹൈറാർക്കിയൽ വെയിലായിരിക്കും, അല്ലെങ്കിൽ ലീനിയർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സീക്വൻഷ്യൽ വെയിലായിരിക്കും എലമെന്റ്സിന് സ്റ്റോർ ചെയ്യുന്നത്. ഇനി സ്റ്റാക്ക് എന്താണ്, ഒരു ലിഫോ ഡേറ്റ സ്ട്രക്ചർ ആണ്. എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാക്ക് ഒരു ലിഫോ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇനി സ്റ്റാക്കിലെ രണ്ട് മെയിൻ ഓപ്പറേഷൻസ് ആണ് പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറഞ്ഞ പേരാണ് പുഷ് ഓപ്പറേഷൻ. ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ് പുഷ്. ദെൻ പോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എലമെന്റിനെ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അതായത് ഡിലീറ്റിംഗ് ആൻ എലമെന്റ് ഫ്രം സ്റ്റാക്ക് ഈസ് കോൾഡ് എന്താണ്, പോപ്പ് ഓപ്പറേഷൻ. ഇനി സ്റ്റാക്കിന്റെ ഒരു പ്രത്യേകത, സ്റ്റാക്കിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നതും ഒരു എൻഡിൽ കൂടിയായിരിക്കും. അതായത് സെയിം എൻഡിൽ കൂടിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുന്നതും. ആ എൻഡിനെ പറഞ്ഞ പേരാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അതായത് നമുക്ക് പറയാം ടോപ്പ് എന്ന് വെച്ചാൽ ഒരു പോയിന്റർ ആണ് വിച്ച് കീപ് ദ ട്രാക്ക് ഓഫ് ദ ടോപ്പ് എലമെന്റ് ഇൻ ദ സ്റ്റാക്ക്. അതായത് സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റിനെ പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും, ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറേ വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് ആദ്യം നോക്കുന്നത്. നമുക്കറിയാം അതായത് ഇൻസേർട്ട് അറേ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇൻസേർഷൻ ഓപ്പറേഷനും ഉണ്ട്, ഡിലീഷൻ ഓപ്പറേഷനും ഉണ്ട്. ഇൻസേർട്ട് നമ്മൾ കണ്ടിരുന്നു, ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറഞ്ഞ പേരെന്താണ്, പുഷ് ഓപ്പറേഷൻ. അപ്പം ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഓവർഫ്ലോ കണ്ടീഷൻ. അതായത് നമ്മൾ പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ തന്നെ നമ്മൾ ആദ്യം ഓവർഫ്ലോ കണ്ടീഷൻ നോക്കണം. ഓവർഫ്ലോ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ്, അതായത് സ്റ്റാക്ക് ഫുൾ ആവുക, അതായത് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാക്കിലോട്ട് നമ്മൾ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്നൊരു കണ്ടീഷനാണ് ഓവർഫ്ലോ കണ്ടീഷൻ. അതായത് സ്റ്റാക്ക് എപ്പോഴാണ് ഫുൾ ആവുന്നത്, ടോപ്പ് ഇസ് ഈക്വൽ ടു മാക്സിമം. ടോപ്പ് മാക്സിമം ആകുമ്പോഴാണ് സ്റ്റാക്ക് ഫുൾ ആവുന്നത്. അങ്ങനെ ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാക്കിലോട്ട് പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്നൊരു പ്രോബ്ലമാണ് എന്ത്, ഓവർഫ്ലോ കണ്ടീഷൻ. ഓക്കെ, ഇനി നോർമൽ വേയിൽ നമുക്കൊരു പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ടോപ്പ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ടോപ്പ് കറന്റ്ലി പോയിന്റ് ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ഏതാണ് അതിലോട്ടാണ് കറന്റ്ലി പോയിന്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ടോപ്പ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തതിനു ശേഷമാണ് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യുന്നത്. അടുത്താണ് പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷന്റെ കേസിൽ വരുന്നൊരു പ്രോബ്ലമാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. അതായത് എം ടി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിൽ നിന്നും നമ്മൾ ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് സ്റ്റാക്ക് എപ്പോഴാണ് എം ടി ആവുന്നത്, ടോപ്പ് ഇസ് ഈക്വൽ ടു സീറോ. ടോപ്പ് ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോഴാണ് സ്റ്റാക്ക് എം ടി ആവുന്നത്. അങ്ങനെ എം ടി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നമുക്ക് എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എം ടി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നിന്ന് എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ വരുന്നൊരു കണ്ടീഷനാണ് എന്ത്, അണ്ടർഫ്ലോ കണ്ടീഷൻ. ഓക്കെ, ഇനി നോർമൽ കേസിൽ നമുക്കൊരു എലമെന്റിനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് പോയിന്റർ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്താണ്, സ്റ്റാക്ക് ഈസ് എംപ്റ്റി ആണ്, എലമെന്റ്സ് ഒന്നുമില്ല. ദെൻ നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ പുഷ് ചെയ്തു, പുഷ് ഓഫ് ടു, അതായത് എലമെന്റിനെ പുഷ് ചെയ്തു, ആ എലമെന്റ് ദെൻ ടോപ്പ് പോയിന്റർ എങ്ങോട്ട് പോയിന്റ് ചെയ്യും, 2 പോയിന്റ് ചെയ്യും. ദെൻ നമ്മൾ അടുത്ത എലമെന്റിനെ പുഷ് ചെയ്തു, പുഷ് ഓഫ് 5. അപ്പൊ നമ്മുടെ ടോപ്പ് വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു അല്ലെ, ടോപ്പ് എന്തായി 5 പോയിന്റ് ചെയ്തു. ദെൻ പുഷ് ഓഫ് 7 എന്ന് പറഞ്ഞ എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു, ദെൻ ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ പുഷ് ഓഫ് 1, ദെൻ ടോപ്പ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ നമ്മൾ പോപ്പ് വിളിക്കുകയാണ്. പോപ്പ് വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ടോപ്പിൽ ഉണ്ടായിരിക്കുന്ന എലമെന്റ് ആയിരിക്കും ഡിലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഏത് എലമെന്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, ടോപ്പ് പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന എലമെന്റ് ആയിരിക്കും ഡിലീറ്റ് ചെയ്ത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, 1 പോപ്പായി. ഓക്കെ, ദെൻ ടോപ്പ് പോയിന്റർ എന്ത് ചെയ്തു, ഒന്ന് ഡിക്രിമെന്റ് ചെയ്തു. വീണ്ടും നമ്മൾ പുഷ് വിളിച്ചാൽ, പുഷ് ഓഫ് 21 വിളിച്ചാൽ 21 എന്ത് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു. ടോപ്പ് പോയിന്റർ ഒന്ന് കൂടി 21 ഇതിനോട്ട് ഇൻസേർട്ട് ചെയ്തു. ദെൻ നമ്മൾ പോപ്പ് വിളിക്കുമ്പോൾ എന്ത് ചെയ്തു, 21 എന്ന എലമെന്റ് എന്ത് ചെയ്തു, പോപ്പായി. ടോപ്പ് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്തു. ദെൻ വീണ്ടും 7, വീണ്ടും പോപ്പ് വിളിക്കുമ്പോൾ എന്ത് ചെയ്തു, 7 എന്ന് പറഞ്ഞ എലമെന്റ് ഡിലീറ്റ് ആയി, ടോപ്പ് പോയിന്റർ ഡിക്രിമെന്റ് ചെയ്തു. വീണ്ടും പോപ്പിനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, 5 എന്ന് പറഞ്ഞ എലമെന്റ് ഡിലീറ്റ് ആയി പോയി. ദെൻ എന്ത് ചെയ്തു, ടോപ്പ് പോയിന്റർ ഒന്ന് ഡിക്രിമെന്റ് ചെയ്തു. ഇതാണ് പുഷ് ആൻഡ് പോപ്പിന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ.
ഓക്കെ, ഇനി നമുക്ക് ഇതാണ് അറേ വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ. ഇത് നമുക്ക് സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ അറേ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താണ്, സ്റ്റാറ്റിക് മെമ്മറിയാണ്. അറേ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ആണ് അല്ലെ. അതായത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റാക്കിലെ ഓരോ എലമെന്റും സ്റ്റോർ ചെയ്യുക. ലിങ്ക്ഡ് ലിസ്റ്റ് എന്തിന് എക്സാമ്പിൾ ആണ്, ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ എലമെന്റും സ്റ്റാക്കിലെ എലമെന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഓരോ നോഡ് ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡൈനമിക് ആയിട്ടായിരിക്കും മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനിൽ എന്ത് ചെയ്യാം, എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ പുതിയ നോഡും ടോപ്പ് പോയിന്റ്, അതായത് നമുക്കറിയാം ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എപ്പോഴും ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിനിങ് പോയിന്റർ കാണും. അപ്പം ഇവിടെ നമ്മൾ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡിലോട്ടായിരിക്കും ടോപ്പ് പോയിന്റർ പോയിന്റ്. അതായത് നമ്മൾ പുതുതായിട്ട് ഏത് നോഡാണോ ഇൻസേർട്ട് ചെയ്ത് ആ നോഡിലോട്ടായിരിക്കും എന്ത് പോയിന്റ് ചെയ്യുന്നത്, ടോപ്പ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടോപ്പ് പോയിന്റർ ഇപ്പം ഏത് എലമെന്റിനെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുക, മെമ്മറി ലൊക്കേഷൻ ഫ്രീ ചെയ്യുക, ടോപ്പ് പോയിന്റർ എന്ത് ചെയ്യുക, ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് തൊട്ടടുത്ത നോഡ്, പ്രീവിയസ് ആയിട്ടുള്ള നോഡ് ഏതാണോ ആ നോഡിലോട്ട് പോയിന്റ് ചെയ്യുക. ഇനി ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ പ്രത്യേകത, നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത നോഡ്, അതായത് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത നോഡ് ഏതാണോ ആ നോഡിന്റെ പോയിന്റർ ഫീൽഡ് ഓൾവേസ് എന്തായിരിക്കും, നൾ ആയിരിക്കും. അതായത് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ നമുക്ക് ലിസ്റ്റിനകത്ത് സ്റ്റാക്കിൽ 4 എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ 4 നോഡ് നമ്മുടെ ലിസ്റ്റിനകത്തുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ഏതാണ്, 2 അല്ലെ. ഏറ്റവും ബോട്ടം കിടക്കുന്ന എലമെന്റ് ആണ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റ്. അപ്പം ഈ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ പോയിന്റർ ഫീൽഡ് എന്തായിരിക്കും, ഓൾവേസ് നൾ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത എലമെന്റ് 5 ആണ്. ദെൻ ഈ 5 എന്ന് പറയുന്ന നോഡിന്റെ ലിങ്ക് പാർട്ട് പോയിന്റിന് പ്രെഡിസിസർ നോഡിലോട്ടായിരിക്കും. ദെൻ അടുത്ത 7 പറഞ്ഞ നോഡ്, ദെൻ അടുത്ത മൂന്നാമത് ഇൻസേർട്ട് നോഡാണ് 7. ദെൻ 7ന്റെ പോയിന്റർ ഫീൽഡിൽ 5 ഈ എലമെന്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ നമ്മൾ ഇപ്പൊ ഇൻസേർട്ട് ചെയ്ത നോഡ് ഏതാണ്, 1. ഓക്കെ, അപ്പം ഹെഡ് പോയിന്റർ പോയിന്റ് ഏതായിരിക്കും, ഈ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത നോഡിലോട്ടായിരിക്കും ഹെഡ് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക്ഡ് സ്റ്റാക്കിനകത്തെ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും എന്നാന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷനകത്തും പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഓവർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു, ലിങ്ക്ഡ് ലിസ്റ്റ് ഒരിക്കലും എന്താവില്ല, ഫുൾ ആവില്ല. കാരണം ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ഡൈനമിക് ആയിട്ടാണ് മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഡൈനമിക് ആയിട്ട് നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എവിടെ നിന്നാണ്, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഒരു മെമ്മറി ഹീപ്പ് കാണും അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അവൈലബിലിറ്റി ലിസ്റ്റ് കാണും. ഈ അവൈലബിലിറ്റി ലിസ്റ്റിൽ നിന്നുള്ള സ്പേസ് ആയിരിക്കും നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷന്റെ കേസിൽ ഓരോ നോഡിനും വേണ്ടിയിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്, അവൈലബിലിറ്റി ലിസ്റ്റിൽ നിന്നുള്ള സ്പേസ് ആണ് എടുക്കുന്നത്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷനിൽ ഓവർഫ്ലോ കണ്ടീഷൻ വരുന്നത് എപ്പോഴാണ്, നമുക്ക് മെമ്മറി ഹീപ്പിനകത്ത് ഇനഫ് സ്പേസ്, അതായത് പുതിയൊരു നോഡിന് കൊടുക്കാൻ ഒരു ഇനഫ് സ്പേസ് ഇല്ലാണ്ട് വരിക, അല്ലെങ്കിൽ അവൈലബിലിറ്റി ലിസ്റ്റ് എന്താവുക, എംപ്റ്റി ആവുക. ആ ഒരു കേസിലാണ് ലിങ്ക്ഡ് സ്റ്റാക്കിന്റെ കേസിൽ ഓവർഫ്ലോ കണ്ടീഷൻ വരുന്നത്. അതായത് എന്താണ് പറഞ്ഞത്, ലിങ്ക്ഡ് ലിസ്റ്റ് ഒരിക്കലും എന്താവില്ല, ഫുൾ ആവില്ല. കാരണം ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആണ്. ഇനി എപ്പോഴാണ് ഫുൾ ആവുക അല്ലെങ്കിൽ ഓവർഫ്ലോ കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്, നമുക്കൊരു ഹീപ്പിനകത്ത് ഒരു ഇനഫ് മെമ്മറി സ്പേസ് ഒരു നോഡിന് കൊടുക്കാൻ ഇല്ലാണ്ട് വരിക, അല്ലെങ്കിൽ അവൈലബിലിറ്റി ലിസ്റ്റ് എന്താവുക, എംപ്റ്റി ആവുക. ആ ഒരു കേസിലാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഓവർഫ്ലോ കണ്ടീഷൻ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോർമലി നമ്മളൊരു നോഡ് ലിസ്റ്റ് എംപ്റ്റി ആയിട്ട് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, അതിലോട്ട് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോഡ് എന്താക്കണം, ഫസ്റ്റ് നമ്മൾ ഏത് നോഡാണോ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ നോഡിനെ ഫസ്റ്റ് നോഡാക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോഡാക്കി നോക്കുമ്പോൾ അതിന്റെ ഡേറ്റ ഫീൽഡിലോട്ട് വാല്യൂ കൊടുത്തു, അതിന്റെ പോയിന്റർ ഫീൽഡ് എന്താക്കി, നള്ളാക്കി സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ടോപ്പ് പോയിന്റർ അങ്ങോട്ട് പോയിന്റ് ചെയ്യും, നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിലോട്ട് പോയിന്റ് ചെയ്യും. ഇനി ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിലോട്ടാണ് നമുക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻസേർട്ടഡ് ബിഗിനിങ്, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഇൻസേർട്ടഡ് ബിഗിനിങ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് എപ്പോഴും ഫസ്റ്റ് ബിഗിനിങ്, അതായത് ഫസ്റ്റ് ടോപ്പ് നോഡായിട്ടായിരിക്കും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ടോപ്പ് പോയിന്റർ എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, നമ്മൾ പുതുതായിട്ട് ഏത് നോഡാണോ ഇൻസേർട്ട് ചെയ്ത് ആ നോഡിലോട്ട് ടോപ്പ് പോയിന്റർ പോയിന്റ് ചെയ്യുക. നമ്മൾ ബിഗിനിങ്ങിലോട്ടാണ് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്, ദെൻ ടോപ്പ് പോയിന്റർ പുതിയ നോഡിലോട്ട് പോയിന്റ് ചെയ്യുക, പോയിന്റർ
പോയിന്റർ ഫീൽഡിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതായത് നോക്കി ഈ ഫിഗറിനകത്ത് നമുക്ക് ഓൾറെഡി 3 നോഡ് ലിസ്റ്റ് ആണ്. നമുക്ക് 3 നോഡ്, നോഡ് 1, നോഡ് 2, നോഡ് 3. ഹെഡ് പോയിന്റർ ഫസ്റ്റ് നോഡിലോട്ട് പോയിന്റ് ചെയ്യും. then നമുക്ക് പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണം അല്ലെ. പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടഡ് ബിഗിനിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബിഗിനിങ്ങിലോട്ട് ആ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. then പോയിന്റർ എങ്ങനെ ചേഞ്ച് ചെയ്യും, പോയിന്റർ ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന ഹെഡ് പോയിന്റർ എങ്ങോട്ട് പോയിന്റ് ചെയ്യും, പുതിയ നോഡിലോട്ട് പോയിന്റ് ചെയ്യും. ന്യൂ നോഡിന്റെ പോയിന്റർ ഫീൽഡിലോട്ട് നോഡ് 1ന്റെ അഡ്രസ് ഫീൽഡ് സ്റ്റോർ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ പോയിന്റർ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ പോയിന്റേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്, ഇൻസേർട്ടഡ് ബിഗിനിങ് ആണ് ചെയ്യുന്നത്. ഇനി പോപ്പ് ഓപ്പറേഷന്റെ കേസിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, അണ്ടർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പം അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു എം ടി ലിസ്റ്റിൽ നിന്ന് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അണ്ടർഫ്ലോ വരുന്നത്. നമുക്ക് ഓൾറെഡി ലിസ്റ്റിൽ എലമെന്റ് ഉണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ ടോപ്പ് ഏത് പോയിന്ററിലായിട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ എലമെന്റിനെ എന്ത് ചെയ്യുക, എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുക, മെമ്മറി ഫ്രീ ചെയ്യുക. ദെൻ ടോപ്പ് പോയിന്റർ തൊട്ടടുത്ത നോഡിലോട്ട് പോയിന്റ് ചെയ്യുക. അതായത് ഡിലീറ്റഡ് ബിഗിനിങ് ആണ് ഇവിടെയും ചെയ്യുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ ലിസ്റ്റിനകത്ത് 6 എലമെന്റ്സ് ഉണ്ട്. ടോപ്പ് പോയിന്റർ എങ്ങോട്ട് പോയിന്റ് ചെയ്യും, 45ലോട്ട് പോയിന്റ് ചെയ്തു. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ടോപ്പ് പോയിന്റർ ഏത് നോട്ടിലോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ നോഡിനെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ആ മെമ്മറി ഫ്രീ ചെയ്യുക. ദെൻ ടോപ്പ് പോയിന്റർ എന്ത് ചെയ്യുക, ടോപ്പിന്റെ പോയിന്ററിനെ നമ്മൾ മാറ്റി കൊടുത്തു, 60ലോട്ട് ടോപ്പ് പോയിന്റ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് 60 അടുത്ത എലമെന്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റഡ് ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പൊ ബിഗിനിങ്ങിൽ കിടക്കുന്ന നോഡിനാണ് 60. ഓക്കെ, 60 ഡിലീറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്തു, മെമ്മറിയെ ഫ്രീ ചെയ്തു. ദെൻ ടോപ്പ് പോയിന്റർ എങ്ങോട്ട് പോയിന്റ് ചെയ്യും, 32ലോട്ട് പോയിന്റ് ചെയ്യും. ഓക്കെ, അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോപ്പ് ആരെയാണോ പോയിന്റ് ചെയ്ത് ആ നോഡിനെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, മെമ്മറി ഫ്രീ ചെയ്യുക, ടോപ്പിന്റെ പോയിന്റർ തൊട്ടടുത്ത നോഡിലോട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പോപ്പ് ഓപ്പറേഷൻ. ഇനി നമുക്ക് സ്റ്റാക്ക് നമുക്ക് ഡിഫറെന്റ് ആപ്ലിക്കേഷന് വേണ്ടി സ്റ്റാക്ക് യൂസ് ചെയ്യാം. റിക്കർഷൻ, റിവേഴ്സ് സ്ട്രിങ്, ചെക്ക് ബാലൻസ് ഓഫ് പാരാമീറ്റേഴ്സ്, ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ, ഇൻഫിക്സ് ടു പ്രിഫിക്സ് കൺവേർഷൻ, പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ, പ്രിഫിക്സ് ഇവാലുവേഷൻ, പിന്നെ ട്രീ ട്രവേഴ്സൽ, ടോപ്പോളജിക്കൽ സോർട്ടിംഗ്, ഇംപ്ലിമെന്റിംഗ് ക്വിക്ക് സോർട്ട്. ദെൻ DFS ഓർത്ത് വെക്കുക, ഗ്രാഫിന്റെ DFS ട്രവേഴ്സൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്, സ്റ്റാക്ക് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS. ഓക്കെ, അത് മാറിപ്പോലും അത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ജസ്റ്റ് സ്റ്റാക്ക് എന്താണ്, സ്റ്റാക്കിന്റെ 2 ഓപ്പറേഷൻസ്, പിന്നെ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാക്ക് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഓപ്ഷൻ എ അറേ ഒള്ളി, ഓപ്ഷൻ ബി ലിങ്ക്ഡ് ലിസ്റ്റ് ഒള്ളി, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി നൈദർ എ ഓർ ബി. എന്താണ്, നമുക്ക് അറേ വെച്ചിട്ടും സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റാക്ക് ദ ഡേറ്റ ഐറ്റം place the stack first is option A the first data item to be removed, option B the last data item to be removed, option C not given as index number, option D none of this. എന്താണ് പറഞ്ഞേക്കുന്നത്, സ്റ്റാക്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡേറ്റ ഐറ്റത്തിനെ നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡേറ്റ ഐറ്റം പ്ലേസ്ഡ് ഓൺ ദ സ്റ്റാക്ക് ഫസ്റ്റ് ഈസ്, നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത സ്റ്റാക്ക് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്തു, എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഇൻസേർട്ട് ചെയ്തു. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്, ദ ഫസ്റ്റ് ഡേറ്റ ഐറ്റം ടു ബി റിമൂവ്ഡ് ആണോ, അല്ല. നമ്മൾ ഫസ്റ്റ് കുറെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ എലമെന്റിനെ നമ്മൾ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്, ഈ എല്ലാ എലമെന്റും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റിനെ റിമൂവ് ചെയ്യുന്നത്. ആൻസർ എന്താണ്, ദ ലാസ്റ്റ് ഡേറ്റ ഐറ്റം ടു ബി റിമൂവ്ഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെന്റിനെ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത്, ലാസ്റ്റിലായിരിക്കും റിമൂവ് ചെയ്യുന്നത്. അതാണ് ആൻസർ, ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത, which of the following is useful in traversing a given graph by depth wise. നമ്മൾ കണ്ടിരുന്നു, ആപ്ലിക്കേഷൻ കണ്ടപ്പോൾ നമ്മൾ DFS ട്രവേഴ്സൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലിസ്റ്റ്, ഓപ്ഷൻ ബി ക്യൂ, ഓപ്ഷൻ സി സെറ്റ്, ഓപ്ഷൻ ഡി സ്റ്റാക്ക്. ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി സ്റ്റാക്ക് ആണ്. നമ്മൾ DFS ട്രവേഴ്സൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്, സ്റ്റാക്ക്. Stack is useful for implementing option A radix sort, option B breadth first search, option C recursion, option D none. ഓക്കെ, നമ്മൾ BFS അല്ല, നമ്മൾ DFS ആണെങ്കിൽ ശരിയാണ്, സ്റ്റാക്ക് ആണ്. DFS ഡെപ്ത് ഫസ്റ്റ് ആണെങ്കിൽ സ്റ്റാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു, റിക്കർഷൻ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണ്, സ്റ്റാക്ക് ആണ്. അതുപോലെ ക്വിക്ക് സോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറും സ്റ്റാക്ക് ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി.
അടുത്ത വാട്ട് ഈസ് ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഡിലീറ്റിംഗ് എ നോഡ് ഇൻ എ ലിങ്ക്ഡ് സ്റ്റാക്ക്. അതായത് ലിങ്ക്ഡ് സ്റ്റാക്കിൽ നിന്ന് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി നമുക്കറിയാം. നമ്മൾ എപ്പോഴും ഡിലീറ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? ഫസ്റ്റ് നോഡിനെ അല്ലെ. ഡിലീറ്റ് അറ്റ് ബിഗിനിങ് ആണ് ചെയ്യുന്ന. ലിങ്ക്ഡ് സ്റ്റാക്കിനകത്ത് ഓൾവേസ് ചെയ്യുന്ന ഡിലീറ്റ് അറ്റ് ബിഗിനിങ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോഡാണ് അല്ലെ. അപ്പൊ നമുക്ക് കോംപ്ലക്സിറ്റി എന്തായിരിക്കും? ബിഗ് ഓഫ് 1 ആയിരിക്കും ആൻസർ. ലാസ്റ്റ് നോഡ് വരെ പോണ്ട. കാരണം നമുക്ക് ലാസ്റ്റ് നോഡിനെയാണ് നമ്മൾ എപ്പോഴും ഡിലീറ്റ് ചെയ്യുന്നത് ബിഗിനിങ്ങിൽ നിന്നാണ്. ഫസ്റ്റ് നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബിഗ് ഓഫ് 1 ആയിരിക്കും. ഓപ്ഷൻ ഡി ആൻസർ. വാട്ട് ഹാപ്പൻസ് വെൻ യു പുഷ് എ ന്യൂ നോഡ് ഓൺ ടു എ സ്റ്റാക്ക്. അതായത് നമ്മൾ സ്റ്റാക്കിലോട്ട് പുതിയൊരു നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നോക്കിയാൽ പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, ദ ന്യൂ നോഡ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ദ ന്യൂ നോഡ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ദ ന്യൂ നോഡ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ലിസ്റ്റ്. എന്താണ്? അതായത് പുതിയൊരു നോഡ് എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബിഗിനിങ്ങിലാണ് അല്ലെ. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും നമ്മൾ പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്ന. ഫ്രണ്ട് ഓഫ് ദ ലിസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദീസ് ഫംഗ്ഷൻ പുഷ് ആൻഡ് എലമെന്റ് ഇൻ ടു ദ സ്റ്റാക്ക്. അതിനാണ് നമ്മൾ പുഷ് ഫംഗ്ഷൻ. പോപ്പ് ആണെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എലമെന്റ്, ടോപ്പ് ആണെങ്കിൽ റിട്ടേൺ ദ ഐറ്റം സ്റ്റോർഡ് ഇൻ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് നോഡ്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ആഫ്റ്റർ പെർഫോമിംഗ് ദീസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. ഈ ഒരു സീക്വൻസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും? ഓക്കെ, അപ്പൊ പുഷ് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പോപ്പ് എന്താണ്? എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് ആ ടോപ്പ് മോസ്റ്റിൽ കിടക്കുന്ന എലമെന്റിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് പുഷ് 20. എന്ത് ചെയ്യും? 20 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാക്കിലോട്ട് 20 പുഷ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത പുഷ് 4. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത എലമെന്റിനെ പുഷ് ചെയ്തു. 4 എന്ന് പറയുന്ന എലമെന്റിനെ പുഷ് ചെയ്തു. ദെൻ അടുത്ത വിളിച്ചേക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ടോപ്പ്. അപ്പൊ എന്ത് ചെയ്യും? 4 എന്ന് പറയുന്ന എലമെന്റ് ജസ്റ്റ് റിട്ടേൺ ചെയ്ത് കാണിക്കും അല്ലെ, പ്രിന്റ് ചെയ്ത് കാണിക്കും. ദെൻ വീണ്ടും നമ്മൾ പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചാൽ എന്ത് ചെയ്തു? 4നെ സ്റ്റാക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്തായി? സ്റ്റാക്കിൽ ഇപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? 4 പോയി. സ്റ്റാക്കിൽ ഇപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? 20 മാത്രമേ ഉള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ഫംഗ്ഷനെ വിളിച്ചു. പോപ്പ് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്തു? 20 എന്തായി? 20 റിമൂവ് ആയി. അപ്പൊ സ്റ്റാക്ക് ഇപ്പം ഓൾറെഡി സ്റ്റാക്ക് എംറ്റി ആണ്. വീണ്ടും പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്ത് വരും? അണ്ടർഫ്ലോ കണ്ടീഷൻ വരും അല്ലെ. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? പുഷ് ചെയ്തു. അതായത് എംറ്റി ആയിട്ടിരുന്ന ഒരു സ്റ്റാക്കിലോട്ട് 5 എന്ന് പറയുന്ന എലമെന്റ് പുഷ് ചെയ്തു. ദെൻ ടോപ്പ്, അതായത് ടോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ഈ 5, ഇപ്പൊ ടോപ്പിൽ ഏതാണ്? 5 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ടോപ്പിൽ കിടക്കുന്ന എലമെന്റ്, ടോപ്പ് മോസ്റ്റ് എലമെന്റ് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. അതായത് ആൻസർ 5 ആയിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. What does stack overflow in case of linked stack refers to? Linked stack in the case എന്താണ് stack overflow? First one, accessing item from an undefined stack. Option B, available list is empty. Option C, removing item from an empty stack. ഓപ്ഷൻ ഡി, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. അതായത് ലിങ്ക്ഡ് സ്റ്റാക്കിന്റെ കേസിൽ എന്താണ് സ്റ്റാക്ക് ഓവർഫ്ലോ? സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് വെച്ചാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരിക്കലും എന്താവില്ല? ഒരിക്കലും ഫുൾ ആവില്ല. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസിൽ ഓവർഫ്ലോ കണ്ടീഷൻ വരുന്ന എപ്പോഴാണ്? അവൈലബിലിറ്റി ലിസ്റ്റ് ഈസ് എംറ്റി ആവുമ്പോഴാണ്. ഓക്കെ, അതാണ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ